വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എൻ്റെ ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ആണ്. അപ്പോൾ ഡെയിലി സ്കിൻ കെയർ റുട്ടീനിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണിത്. ബിക്കോസ് എൻ്റെ സ്കിന്നിൽ ഒരുപാട് ഡാമേജസ്, ബ്ലെമിഷസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കിൻ ടോണിലേക്ക് എങ്ങനെ ഞാൻ റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ട. നമ്മൾ സ്കിൻ ടോൺ അറിഞ്ഞിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്, അതല്ലെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സ്കിൻ കെയർ റുട്ടീനിൽ വരുന്നത്. ബ്ലാക്ക് മാർക്സും ബ്ലെമിഷസും ഒക്കെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ആപ്റ്റായിട്ടുള്ളൊരു ഫേസ് വാഷ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ സ്കിന്നിൽ ആപ്റ്റായിട്ട് തോന്നിയ 3 ഫേസ് വാഷസ് ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സെൻറ്റയർസിൻ്റെ ആപ്രിക്കോട്ട് ഫേസ് വാഷാണ്. ഇത് ഇവിടെ ഷോപ്പുകളിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ല, ഓൺലൈൻ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ സെക്കൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ബഞ്ചാരാസിൻ്റെ സഫ്രോൺ ഫേസ് വാഷ്. അത് അടിപൊളിയായിരുന്നു. സഫ്രോണും സാൻഡലിൻ്റെയൊക്കെ സ്മെല്ലും നമ്മുടെ സ്കിന്നിന് നല്ല ക്ലിയർ ആവുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല റിസൾട്ടുള്ളൊരു ഫേസ് വാഷാണ്. പിന്നെ മൂന്നാമത്തേത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാക്മേയുടെ തന്നെ പീച്ച് ഫേസ് വാഷാണ്. ഈ ലാക്മേ പീച്ച് പേഴ്സൺ എന്ന് പറയുന്ന ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റയർസിൻ്റെ ആപ്രിക്കോട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ അതേ റിസൾട്ടും അതേ ഫീലും തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് പീച്ച് ബേസ്റ്റ് എന്ന് പറയുന്നത്, ലാക്മേയുടെ പീച്ച് ബേസ്റ്റ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഡെയിലി ഒരു തവണ മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്യുക. മോർണിംഗിൽ നമ്മൾ എണീക്കുമ്പോൾ ഫേസ് കഴുകില്ല, ആ ടൈമിൽ മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ല വൃത്തിക്ക് കഴുകുക. ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ഫേസ് ആക്കിയതിന് ശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ടോണറിന് നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്ട്സ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടോണർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്. അതിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, എനിക്ക് അത് നമ്മുടെ സ്കിന്നിന് നല്ല pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. റോസ് വാട്ടറിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് അബ്സോർബ് ചെയ്യുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിൽ അത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നത് വരെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സിറം യൂസ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ സിറം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല സിറം നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സിറം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും ഈ റോസ് വാട്ടർ പ്ലസ് ആലോവേര ജെല്ലി യൂസ് ചെയ്യും. അതിൽ വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ നാച്ചുറൽ സെറമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ സെറം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓരോ സ്കിന്നിനും ഓരോ ടൈപ്പുള്ള മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ടാവുമല്ലോ, അത് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആലോവേര ജെല്ല് തന്നെയാണ്. ആലോവേര ജെല്ലാണ് മെയിനായിട്ട് എൻ്റെ സ്കിന്നിന് ഇത്രയും ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആലോവേര ജെല്ലാണ് ഏറ്റവും കൂടുതൽ റെമഡീസിൽ യൂസ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. മോർണിംഗ് റൂട്ടീന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ചെയ്യാറുള്ളൂ. ആലോവേര ജെല്ല് പ്ലസ് വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് 20 to 30 മിനിറ്റ്സ് ഞാനത് ഫേസിൽ തന്നെ വെക്കും. അത് നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷമാണ് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കുളിക്കാനൊക്കെ നിൽക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അതിനൊരു അരമണിക്കൂർ മുമ്പ് നമ്മളിത് ചെയ്തിട്ട് കുളിക്കുമ്പോൾ അതങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി.
പിന്നെ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ ആക്നി സ്കിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മുടിയിൽ, അതായത് ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഫേസിലോട്ട് വരാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ കുളി കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ഇട്ട് മുഖം നല്ല വൃത്തിയാക്കണം. കണ്ടീഷണറിൻ്റെ അകത്തുള്ള ഓയിൽ കണ്ടൻസ് നമ്മുടെ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓയിൽ കണ്ടൻസ് നമ്മുടെ ഫേസിനകത്ത് പിമ്പിൾസ് ഫോം ചെയ്യാനും പിന്നെ അത് ബ്ലെമിഷസ്, മാർക്സ് ഒക്കെ ആയിട്ട് റിമെയിൻ ചെയ്യാനും കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് നല്ല ക്ലീൻ ചെയ്യണമെന്ന് പറയും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. അത് പ്ലെയിൻ വാട്ടർ മതി, വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉറങ്ങാൻ നേരത്ത് നമ്മുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടുക. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ബ്ലാക്ക് മാർക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആലോവേര ജെല്ല് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് കിട്ടിയ ഒരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ ഒരു റൊട്ടീൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിൽ എന്തായാലും 1 വീക്കിനകം എന്തായാലും ചേഞ്ചസ് നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് മാറി എല്ലാവരും നല്ല ബ്രൈറ്റ് സ്കിന്നായി മാറട്ടെ എന്ന് ഞാൻ എന്തായാലും വിഷ് ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ ആഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദെൻ ഇനിയും കൂടുതൽ സ്കിൻ കെയർ ടിപ്സും ഒരുപാട് റെമഡീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.